ഹായ് തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സുഗിയനാണ്. മോദകം എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, ഒരു നാടൻ പലഹാരമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ക്ലാസ്സിൻ്റെ ആഡാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓൺലൈൻ ക്ലാസ്സാണ്, വീഡിയോ ക്ലാസ്സാണ്, നിങ്ങൾ തന്നെയാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എൻ്റെ സ്റ്റുഡൻസ് 2 പേര് സെറീന, ഷാഹിദ ചെയ്തതാണിത്. ചോക്ലേറ്റ്സ് സുഗിയൻ ഉണ്ടാക്കാൻ വേണ്ടി 1/2 കപ്പ് ചെറുപയർ വേവിച്ചതാണ്. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് വേവിക്കാം. ഞാനിപ്പോൾ വെറുതെ വേവിച്ചതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വേവണം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ, ഏലക്ക പൊടിച്ചത്, കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. പഞ്ചസാര ഓരോരുത്തരുടെ പഞ്ചസാര ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കുക. ഇത് മാറ്റി വയ്ക്കാം. വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം കൂടി ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ വയ്ക്കാം, അല്ലെങ്കിൽ ബോളാക്കിയതിന് ശേഷം വേണമെങ്കിലും വയ്ക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് പഞ്ചസാര കുരുകിയിട്ട് കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഇത് മുക്കിയെടുക്കാനുള്ള മാവ് ഉണ്ടാക്കാം. 1/2 കപ്പ് മൈദയുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. പഴംപൊരിക്കൊക്കെ കലക്കുന്ന പോലെ 2 രീതിയിൽ ചെയ്യാം കേട്ടോ. അത് കുറച്ച് ടൈറ്റായിട്ട് അങ്ങനെ നല്ലൊരു കവറിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ലൈറ്റായിട്ടുള്ള ഒരു കവറിങ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ലൂസായിട്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഓരോ ബോൾ എടുക്കുക. മാവിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഒരു ഭാഗമായി കഴിയുമ്പോൾ മറിച്ചിടും. ഇത്ര മൊരിയാതെ എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചിങ്ങനെ മൊരിഞ്ഞിട്ട് കുറച്ച് ക്രിസ്പായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് ബ്രൗൺ കളർ ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്ര ആക്കാതെ വേണമെങ്കിൽ എടുക്കാം. ട്രൈ ചെയ്യൂ, നല്ല റെസിപ്പിയാണ്.